15 ഡേയ്സ് കോഡിംഗ് ചാലഞ്ചിൻ്റെ 3rd ഡേ ആണെന്ന്. നമ്മളിതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് HTML കുറിച്ചിട്ടാണ്. അതായത് ഒരു വെബ്സൈറ്റിനകത്തോട്ട് നമുക്ക് എങ്ങനെ കണ്ടൻറ്റുകൾ കൊണ്ടുവരാം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആ കൊണ്ടുവന്ന കണ്ടൻറ്റുകൾക്ക് നമുക്ക് നല്ല സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യണം. അതായത് അതിൻ്റെ കളർ മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുവരണം, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് CSS എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ CSS എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്കത് ഇതിനോട് ലിങ്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി ടൈം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ CSS സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അതിന് മുന്നേ ഇവിടെ ആദ്യം ഒരു H1 എഴുതാണ്. H1ൻ്റെ ഉള്ളിൽ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ജസ്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴത്തുള്ള ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മുടെ ഹലോ വേൾഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ഒന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ CSS 3 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റത്തെ മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതായത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണേ, കളർ റെഡ് എന്ന് കൊടുത്തു. ഇനി നമ്മുടെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ഇവിടെ കളറ് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. അതേപോലെ അടുത്തൊരു മെത്തേഡ് ഞാനിത് ഇവിടുന്ന് റിമൂവ് ചെയ്തു. നമ്മുടെ ഹെഡിനുള്ളിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ടാഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു, H1 എന്ന് എഴുതി, എന്നിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ടു. H1 എന്ന് എഴുതിയിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കളർ റെഡ് എന്ന് കൊടുത്തു. ഓക്കെ, ശ്രദ്ധിക്കണം. അതായത് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് എഴുതി, അതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് എഴുതി, അതിൻ്റെ ഉള്ളിൽ H1ൻ്റെ അടുത്തായിട്ട് കേർലി ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് എന്ത് എഴുതി, കളർ റെഡ് എന്ന് എഴുതി. ഇനി പോയി നോക്കാം, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ 2 മെത്തേഡ്. മൂന്നാമതൊരു മെത്തേഡും കൂടിയുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ എക്സ്റ്റേണൽ ഫയൽ എന്ത് ചെയ്യുക, നമ്മുടെ HTML ഫയലായിട്ട് ലിങ്ക് ചെയ്യുക. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ന്യൂ ഫയലായിട്ട് style.css എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഇവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ H1 എന്ന് എഴുതി കേർലി ബ്രാക്കറ്റ് ഇട്ടു, കളർ കോളൻ സ്പേസ് റെഡ്, എന്നിട്ട് സെമി കോളൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSS ഫയലിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഇനി ഈ CSS ഫയൽ എന്ത് ചെയ്യണം, ഇവിടെ ലിങ്ക് ചെയ്യണം. ഇപ്പോൾ ലിങ്ക് ചെയ്യാൻ ജസ്റ്റ് ലിങ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സജഷൻ വരും. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് എന്തുണ്ട്, ലിങ്ക് CSS എന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, href style.css എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ style.css എവിടുന്നാണ് വന്നത്, നമ്മുടെ ഇവിടെ ആ ഫയലിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പോയി നോക്കാം. ഇപ്പോഴും ഒരു മാറ്റമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് 3 മെത്തേഡ്, അതായത് HTML CSS കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ 3 മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കളറിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് എങ്ങനെയാണ് നമുക്ക് CSS കൊടുക്കാം, എങ്ങനെ CSS ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ള മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു HTML കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടൻറ്റിനാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ H1-നാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ H2-നാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ H1-നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ H1 എന്ന് എഴുതിയതിന് ശേഷം ഒരു കേർലി ബ്രാക്കറ്റ് ഇടുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ എന്തുണ്ട്, ഒരു H2 ഉണ്ട്. അപ്പോൾ H2-ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, H2 എന്ന് കൊടുത്തതിന് ശേഷം അതിന് ഏതാണോ കളർ വേണ്ടത് ആ കളർ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് പോയി നോക്കാം. ഇവിടെ എന്തുണ്ട്, H1-ന് കളർ റെഡും H2-ന് കളർ ബ്ലൂവും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഇനി ഈ H2 എന്ന് പറയുന്നത് ഒരു ഡിവിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിവ് എഴുതി ആ ഡിവിൻ്റെ ഉള്ളിലാണ്
നമ്മുടെ H2 എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ div എഴുതുക, എന്നിട്ട് ഒരു സ്പേസ് ഇടാം. div എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇടാം, എന്നിട്ട് എന്ത് ചെയ്യുക, H1 എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മുടെ ഡിവിൻ്റെ ഉള്ളിലുള്ള H1 അല്ല H2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിവിൻ്റെ ഉള്ളിലുള്ള H2, അപ്പോൾ അതിന് നമുക്ക് കളർ കൊടുക്കാം. അതായത് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ഉള്ളിലുള്ള ഇതിനെ എലമെൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സ്പേസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് കോൺടാക്റ്റ് ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ സെലക്ടേഴ്സായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആട്രിബ്യൂട്ട് കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഞാൻ ഈ ഡിവിന് ഒരു ID കൊടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ID എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഞാൻ ID ഓൾറെഡി HTML പറഞ്ഞിരുന്നു. ID എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്ത ID പിന്നെ ഒരു എലമെൻറ്റിനും നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡിവിന് ID 1 എന്ന് കൊടുത്തു. ഈ ID 1 ആയിട്ടുള്ള ഡിവിൻ്റെ ഉള്ളിലുള്ള H2 എങ്ങനെ എഴുതുക എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഉള്ളത് ഒഴിവാക്കി div #1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ div ID 1 എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ div ID 1 ആയി. ഇനി എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്, H2, അതായത് ഡിവിൻ്റെ ഉള്ളിലുള്ള H2, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, H2 എന്ന് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു, കേർലി ബ്രാക്കറ്റ് ഇട്ടു. ഇനി നമുക്ക് വേണ്ട സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ID വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ ID എപ്പോഴും യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ നമുക്ക് ഈ div ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ എഴുതിയാലും മതി. #1 H2 എന്ന് എഴുതി കഴിഞ്ഞാലും സെയിം ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഡിവിനെ നമ്മൾ ക്ലാസ് ആണ് പറഞ്ഞു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ID പോലെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്ലാസ് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് വരാം. ഒരു സ്ഥലത്ത് യൂസ് ചെയ്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, വേറെ സ്ഥലത്തും യൂസ് ചെയ്യാം. അതായത് കോമൺ സ്റ്റൈലുകൾ, അതായത് ഒന്നിന് കൊടുത്ത സെയിം സ്റ്റൈൽ അടുത്തതിനും കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഞാൻ ക്ലാസ് 1 എന്ന് കൊടുത്തു, ഇവിടെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ക്ലാസ് 1 എന്ന് കൊടുക്കാം. അതായത് ക്ലാസ് എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു HTML ഫയലിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഐഡിയും ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാം, ID ആണ് എന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും, നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ക്ലാസ് വെച്ചിട്ട് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് div .1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് div .1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, നമ്മുടെ ക്ലാസ് ആണ് അത് മീൻ ചെയ്യുന്നത്. div #1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ID ആണ് അത് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് HTML കണ്ടൻറ്റുകൾക്ക് നമ്മൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഓരോരോ പ്രോപ്പർട്ടീസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് കളർ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമുക്ക് പരിചയമായിട്ടുള്ള കളറുകൾ ഡയറക്റ്റായിട്ട് കൊടുക്കാം. അതായത് റെഡ്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ, ഇങ്ങനെയുള്ള കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് കളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി രണ്ടാമതൊരു മെത്തേഡ് ഉണ്ട്, അതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഇപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല, എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ നോർമൽ നമ്പേഴ്സ് ഏത് വരെയാണ്, 0 മുതൽ 9 വരെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷിലെ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും കൂടി എടുക്കുക. അതായത് 0 മുതൽ 9 വരെയും അതിൻ്റെ കൂടെ A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും എടുക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്പേഴ്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ 156, 177 അങ്ങനെ ഓരോരോ നമ്പർ എഴുതുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഉണ്ടായിരിക്കും എന്ന് മാത്രം. ഇത്ര ഡിഫറൻസേ ഉള്ളൂ. ഇനി അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ ആഷ് എന്ന് എഴുതി, എന്നിട്ട് 0 0 0 0 0 0. ഓക്കെ, അതായത് ഒരു
ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ കളർ കോഡിന് 6 ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, 6 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 6 ഡിജിറ്റ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എഴുതുന്നത്. അപ്പോൾ 000 അങ്ങനെ 6 0 കൊടുത്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ കളർ ഏതാണ്? ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടിയത് എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. അതായത് 0 മുതൽ 9 വരെയും പിന്നെ എ മുതൽ എഫ് വരെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് വൈറ്റ് കിട്ടും നമുക്ക്. ഓക്കെ, അതായത് എഫ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏറ്റവും ടോപ്പിലുള്ള കളർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഈ കളറിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു കളർ ബോക്സ് ഒക്കെ വരും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ A5 3D എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു കളറാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ കളേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. FF0000 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, റെഡാണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റത്തെ 2 ഡിജിറ്റ്, പിന്നത്തെ 2 ഡിജിറ്റ്, പിന്നത്തെ 2 ഡിജിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ കളർ ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 2 ഡിജിറ്റും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ, എല്ലാത്തിനും 2 ഡിജിറ്റ് സെയിം ആയി വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ ഡിജിറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതി കഴിഞ്ഞാൽ സെയിം കളറായിരിക്കും വരുന്നുണ്ടാവുക. എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റത്തെ 2 ലെറ്റർ, രണ്ടാമത്തെ 2 ലെറ്റർ, മൂന്നാമത്തെ 2 ലെറ്റർ ഇതൊക്കെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഓരോ ലെറ്റർ വീതം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. അത് ഈക്വലായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 000 എന്ന് എഴുതി കഴിഞ്ഞാൽ ബ്ലാക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ F00 എന്ന് എഴുതി കഴിഞ്ഞാൽ റെഡാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകളുണ്ട്. htmlcolorcodes.com ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് കളറിൻ്റെ കോഡ് വേണമെങ്കിലും കിട്ടും. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. HTML കളർ കോഡ്സ്, ഇതാണ് സൈറ്റ്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതാണ് നമ്മുടെ കളർ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് കിട്ടും, നമുക്ക് ഈ സൈറ്റിനകത്തുനിന്ന് കളർ കോഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഇത്രേ വരുന്നുള്ളൂ. ഇനി അടുത്തൊരു മെത്തേഡ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 കളേഴ്സ് കൂടി ചേർന്നതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കളർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ കളറ്? RGB, അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ ഇന്നത്തെ കളർ സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് RGB എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 0 മുതൽ 255 വരെയുള്ള ലെറ്റേഴ്സാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ 3, അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ, ഇതിൻ്റെ 3ൻ്റെയും കോമ്പിനേഷനാണ്. നമുക്ക് ഈ നമ്പേഴ്സ് മാറ്റി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 33 എന്ന് കൊടുത്തു, അപ്പോൾ ഇവിടെ കളർ മാറി. ഇവിടെ ഞാൻ 22 എന്ന് കൊടുത്തു, അപ്പോൾ ഇവിടെ കളർ മാറി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതിനകത്തുള്ള നമ്പേഴ്സ് മാറ്റി കൊടുത്ത് RGB എന്ന് എഴുതി അതിൻ്റെ ഉള്ളിൽ ഉള്ള നമ്പേഴ്സ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ RGB നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ഈ ഒരു 255 വരെയാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, 0 മുതൽ 255 വരെ. അപ്പോൾ അതെന്തായാലും നോക്കണം. അതിൽ കൂടുതലുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. പിന്നെ അടുത്തൊരു നമ്പർ സിസ്റ്റം കൂടിയുണ്ട്, RGBA. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ. ഈ ആൽഫയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പാസിറ്റിയാണ്. നമുക്ക് ഒപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് 0 മുതൽ 0.1 മുതൽ 0.9 വരെയുള്ള ലെറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. 1 ആണ് ഇതിന് ഏറ്റവും വലിയ വാല്യൂ, 0 ആണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അവിടെ കളർ മാറുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 0.5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യാണ്,
കുറച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് RGBA മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 മെത്തേഡാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത്. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, പിന്നെ RGB മെത്തേഡ്, പിന്നെ RGBA മെത്തേഡ്. അപ്പോൾ ഈ 4 മെത്തേഡിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ എലമെൻറ്റ്സും ഇതേപോലെ കുറേ എലമെൻറ്റ്സ് ഒക്കെ എഴുതി നോക്കിയിട്ട് അതിനൊക്കെ എന്ത് ചെയ്യുക, കളർ കൊടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് എലമെൻറ്റിന് കളർ കൊടുക്കുന്നതെന്നാണ്. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഞാനിപ്പോൾ ഈ H2 ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളതാണ് പ്രോപ്പർട്ടി. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ അക്വ എന്നുള്ള ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇതിന് കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു H2 ഹൈറ്റ് ഒന്ന് കൂട്ടി കാണിച്ചു തരാം. ഹൈറ്റ് എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഹൈറ്റ് ഒരു 500 പിക്സൽ എന്നുള്ളൊരു ഇതിൽ യൂണിറ്റിലാണ് ഞാനിവിടെ ഹൈറ്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഹൈറ്റും പിക്സലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്, ആ കളറ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ കൊടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇനി ഈ കളറിന് പകരം നമുക്ക് അവിടെ ഇമേജാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഇമേജ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെർച്ച് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജസിൽ കയറി ഞാൻ ഈ ഇമേജാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് കൊടുത്തു. എന്നതിന് ശേഷം അവിടെ പോയി റൈറ്റ് ക്ലിക്ക് നോക്കിയതിന് ശേഷം സേവ് ഇമേജ് ആസ് കൊടുത്തു. ജസ്റ്റ് ഞാൻ ഇമേജിന് കൊടുത്ത് സേവ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് എന്തായിട്ടുണ്ട്, ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഇമേജ് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡൗൺലോഡ്സ് ഡോക്യുമെൻറ്റ്സിൽ മൈ വെബ്സൈറ്റ്, ഇതാണ് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ്, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളറും ഹൈറ്റൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ഹൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഒരു 600 പിക്സൽ കൊടുത്തു. അതിന് ശേഷം ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് URL ആയിട്ടാണ്. URL ആയിട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത, നമുക്ക് ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ലിങ്ക്, ഇപ്പോൾ നമ്മൾ ആ ഇമേജ് ഓപ്പൺ ഇമേജ് ന്യൂ ടാബ് അടിച്ച ലിങ്ക് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഇമേജ് എവിടെ കിടക്കുന്നത്, നമ്മുടെ CSSൻ്റെ തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഇമേജിൻ്റെ പേര് വിളിച്ചാൽ മതി. പേര് വിളിക്കുമ്പോൾ തന്നെ എന്ത് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജിൻ്റെ പേര് അവിടെ വരും. ഇനി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യണം, ആ റിപ്പീറ്റേഷൻ ഒന്ന് ഒഴിവാക്കാം. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, നോ റിപ്പീറ്റ്. ഇപ്പം എന്ത് സംഭവിച്ചു, നമ്മുടെ ഇമേജ് എത്രയാണോ ഉള്ളത് അത്രയും മാത്രമായിട്ട് നമ്മുടെ കണ്ടൻറ്റ് ചുരുങ്ങി. പക്ഷെ നമുക്ക് ആക്ച്വലി എത്ര ഉണ്ട്, ഒരു ഹൈറ്റ് ഇത്രോളം ഉണ്ട്, പിന്നെ വിഡ്ത്ത് ഈ എൻഡ് വരെ ഉണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് സൈസ്. ബാക്ക്ഗ്രൗണ്ട് സൈസ് ഞാൻ എന്ത് ചെയ്തു, കവർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു, നമ്മുടെ വിഡ്ത്തിനകത്തോട്ടും ഹൈറ്റിനകത്തോട്ടും ഫിറ്റായിട്ട് എന്ത് വന്നു, നമ്മുടെ ഇമേജ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇമേജിൻ്റെ പ്രോപ്പർട്ടി, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷോർട്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യാണ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് മാത്രം കൊടുത്തതിന് ശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് ഇവിടുന്ന് ഒഴിവാക്കി. അതിന് ശേഷം ഇവിടെ ഒരു സ്പേസ് ഇട്ടു, നമ്മൾ URL കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടി സെയിം ആണ്, ഒരു ഡിഫറൻസും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോണ്ട് സൈസ്.
അതായത് നമ്മൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിൻ്റെ സൈസ് എങ്ങനെയാണ് കൂട്ടുന്നത് കുറക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തതായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ H1 ഞാനിവിടെ ഒരു കളറും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ റൺ ചെയ്യാണ്. കണ്ടില്ല, ഇവിടെ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ഞാനിവിടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോണ്ട് സൈസ് എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര്. FZ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റെക്കമെൻഡേഷനായിട്ട് വരും ഫോണ്ട് സൈസ്. അത് ഞാൻ ഏകദേശം എത്ര കൊടുത്തു, 100 പിക്സൽ എന്ന് കൊടുത്തു. 100 പിക്സൽ. പിക്സൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു യൂണിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ, അതേപോലെ കിലോഗ്രാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റാണ്. വെബ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് എന്ത് പറയുന്നത്, പിക്സൽ, PX. ഓക്കെ, അപ്പോൾ ഞാൻ ഫോണ്ട് സൈസ് 100 പിക്സൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പോയി നോക്കാം. കണ്ടോ, നമ്മുടെ സൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോണ്ട് സൈസ് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമേ ഡിസൈൻ തന്നിട്ടുണ്ടായിരിക്കും. ആ സെയിം ഡിസൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സൈസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണ്ട് സൈസ് കൊടുക്കാൻ പറ്റും. ഒരു 3-4 വെബ്സൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോണ്ട് വെയിറ്റ്, അതായത് ഇതിൻ്റെ തിക്നെസ് എങ്ങനെ കൂട്ടാം കുറക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഫോണ്ട് വെയിറ്റ്. ഫോണ്ട് വെയിറ്റ് നമ്മൾ FW എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കമെൻഡേഷൻ വരും. ഞാൻ എന്ത് ചെയ്തു, ഫോണ്ട് വെയിറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വന്നിട്ടുണ്ട്, കുറേ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 100 മുതൽ 900 വരെയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോണ്ട് വെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ബോൾഡ്, ബോൾഡർ, ലൈറ്റർ, നോർമൽ, റെഗുലർ, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതിലാണ്, അതായത് 100 മുതൽ 900 വരെ ഉള്ള വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, 800 കൊടുത്തു. അപ്പോൾ ഓക്കെ, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാം, ഒരു 300 കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോണ്ട് വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികം കോംപ്ലിക്കേഷനായിട്ട് ചിന്തിക്കാനൊന്നുമില്ല, സിമ്പിളാണ്. അപ്പോൾ ഫോണ്ട് വെയിറ്റ് പഠിച്ചു. ഇനി അതേപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഫോണ്ട് സ്റ്റൈല്. ഫോണ്ട് സ്റ്റൈല് അതായത് നമുക്ക് ചെരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇറ്റാലിക്, അതേപോലെ നോർമൽ, ഇറ്റാലിക്, നോർമൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലെറ്ററൊക്കെ ചെരിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫോണ്ട് സ്റ്റൈല് ഇത്രയേ ഉള്ളൂ. ഫോണ്ട് സ്റ്റൈൽ ഇറ്റാലിക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഫോണ്ടൊക്കെ ചെരിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ 3 പ്രോപ്പർട്ടിയാണ് പഠിച്ചത്, ഫോണ്ട് സൈസ്, ഫോണ്ട് വെയിറ്റ്, ഫോണ്ട് സ്റ്റൈല്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് കടക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാർജിനാണ്. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എലമെൻറ്റിന് മാർജിൻ കൊടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഈ മാക്സ് വിഡ്ത്ത് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അതേപോലെ ഹൈറ്റ് ഒരു 400 പിക്സലും കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പേജിലൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ മാർജിൻ കൊടുക്കാറുണ്ടല്ലേ, അതേപോലെ തന്നെയാണ് എലമെൻറ്റിനും നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാർജിൻ എന്ന് എഴുതിയിട്ട് ഒരു 50 പിക്സൽ കൊടുത്തു. മാർജിൻ എന്ന് എഴുതിയിട്ട് 50 പിക്സൽ കൊടുത്തു. ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ടോപ്പിലും ലെഫ്റ്റ് സൈഡിലും ഒരു ഈക്വൽ സ്പേസ് വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും ടോപ്പിലും മാത്രമാണോ വന്നിട്ടുള്ളത്, ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ സ്പേസ് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഈക്വൽ സ്പേസ് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ടോപ്പിൽ വന്നിട്ടുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ബോട്ടത്തിൽ വന്നിട്ടുണ്ട്, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിൻ കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പെർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം മാർജിൻ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അതായത് മാർജിൻ ടോപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മാർജിൻ ബോട്ടം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാർജിൻ ലെഫ്റ്റ്, മാർജിൻ റൈറ്റ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ മാർജിൻ കൊടുക്കുമ്പോൾ ജസ്റ്റ് 50 പിക്സലിന് മാത്രമല്ല കൊടുക്കുന്നത്. ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പിക്സൽ
50 പിക്സൽ 50 പിക്സൽ. അതായത് 4 ഭാഗത്തിനും കൂടി ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു മാർജിൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്തിനാണ്, ടോപ്പിനാണ്. ഞാനിവിടെ എന്ത് ചെയ്തു, ഇത് 150 എന്നാക്കി. ഫസ്റ്റത്തെ ഞാൻ ഈ മാർജിൻ എന്ത് ചെയ്തു, 150 എന്നാക്കി കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൽ എന്ത് വരും, 150 പിക്സൽ മാർജിൻ വരും. ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് വരും, 50 പിക്സൽ 50 പിക്സലായിട്ട് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് 4 ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം എഴുതി കൊടുത്താൽ മതി. 4 150 പിക്സലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വട്ടം എഴുതി കൊടുത്താൽ മതി. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 വട്ടം അത് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ടോപ്പിൽ 150 പിക്സൽ. ഇനി അടുത്ത വാല്യൂ ഏത് സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ളതാണ് വരുന്നത്. അതായത് ഇത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, നമ്മളെ ക്ലോക്കിൻ്റെ ദിശയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അതായത് ടോപ്പ്, റൈറ്റ്, ബോട്ടം, പിന്നെ ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഞാൻ റൈറ്റിൽ 200 പിക്സൽ, വീണ്ടും ബോട്ടത്തിൽ 120 പിക്സൽ, പിന്നെ ലെഫ്റ്റിൽ 200 പിക്സൽ ഞാൻ അങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു റേഷ്യോയിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു പിക്സൽ വർക്ക് ചെയ്യുന്നത്, ഈ ഒരു മാർജിന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, പാഡിങ്. പാഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ മാർജിന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് പാഡിങ്ങും. പാഡിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് മാർജിന് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ എലമെൻറ്റിൻ്റെ ഉള്ളിലോട്ടാണ് മാർജിന് ആക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ എന്താ സംഭവിച്ചിരുന്നത്, മാർജിൻ കൊടുത്ത സമയത്ത് എന്താ സംഭവിച്ചത്, മാർജിൻ കൊടുത്ത സമയത്ത് പുറത്താണ് മാർജിൻ വന്നിരുന്നത് എങ്കിൽ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എലമെൻറ്റിൻ്റെ ഉള്ളിലാണ് മാർജിന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാർജിനും പാഡിങ്ങും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി പാഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ ഭാഗത്തിന് വേണമെങ്കിൽ മാത്രം കൊടുക്കാം. ഇപ്പോൾ പാഡിങ് ടോപ്പ്, ഞാൻ എന്ത് ചെയ്യണം, പാഡിങ് ടോപ്പ് കൊടുത്തു. അപ്പോൾ ടോപ്പിൽ മാത്രം എന്ത് സംഭവിക്കും, ഒരു 150 പിക്സൽ മാറി നിൽക്കും. അതായത് 150 പിക്സൽ എലമെൻ്റ് എന്ത് ചെയ്യും, താഴത്തോട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് മാർജിനും പാഡിങ്ങും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാം. പക്ഷേ ഇന്ന് നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പ്രോപ്പർട്ടീസ് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാ പ്രോപ്പർട്ടീസും മിനിമം ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കുറേ കാര്യങ്ങൾ വീണ്ടും പുതുതായിട്ട് പഠിക്കും. എല്ലാ പ്രോപ്പർട്ടീസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കി പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ വേണമെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.